Okay. So the next problem is right circular cylinder of base diameter 50 and height 70, resting upon its base. An insect starts from a point on the base. അതായത് ഒരു സിലിണ്ടർ ഉണ്ട്, സിലിണ്ടറിന്റെ ബേസിൽ നിന്ന് ഒരു ഇൻസെക്ട്, ഒരു ഉറുമ്പാണെന്ന് വിചാരിക്കുക, ഒരു ഉറുമ്പ്, ഒരു ഇൻസെക്ട് സ്റ്റാർട്ട് ചെയ്തു ഫ്രം എ പോയിന്റ് ഓൺ ദ ബേസ് അറ്റ് ദി ബോട്ടം, മൂവ്സ് അറൌണ്ട് ദ കർവ്ഡ് സർഫസ് ഓഫ് ദ സിലിണ്ടർ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ സിലിണ്ടറിന്റെ കർവ്ഡ് സർഫസിലൂടെ ഇത് മൂവ് ചെയ്യുന്നു. ആൻഡ് റീച്ചസ് ദ ടോപ്പ്. എന്നിട്ട് അത് എവിടെ വരുന്നു? റീച്ചസ് ദ ടോപ്പ്, ഏറ്റവും മേളിൽ വരുന്നു. റീച്ചസ് ദ ടോപ്പ്, അതായത് ഒരു ഇൻസെക്ട് ബേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ടോപ്പിലോട്ട് വരുന്നു. അത് ഇവിടുന്ന് നേരെ പോവാണോ? അല്ല. എങ്ങനെ മൂവ് ചെയ്യുന്നത്? ഇതിന്റെ കർവ്ഡ് സർഫസിലൂടെ ഇങ്ങനെ മൂവ് ചെയ്താണ് അതെന്ത് ചെയ്യുന്നത്? അത് ഏറ്റവും മേളിൽ വരുന്നത്. റീച്ചസ് ദ ടോപ്പ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് 2 revolutions along the shortest path. അതായത് ഈ ഉറുമ്പ് അല്ലെങ്കിൽ ഈ ഇൻസെക്ട് മേളിൽ എത്തുന്നത് എത്ര റവല്യൂഷൻ കൊണ്ടാണ്? 2 revolution കൊണ്ട്. 2 revolution എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ആദ്യം ബേസിലെ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഒരു റവല്യൂഷൻ കഴിയുമ്പോൾ അത് സെന്ററിലായിരിക്കും വരുന്നത്, സെന്ററിൽ. പിന്നെ വീണ്ടും അടുത്തൊരു റവല്യൂഷനൂടെ കഴിയുമ്പോഴാണ് അത് എവിടെ എത്തുന്നത്? മേളിലെത്തുന്നത്. മനസ്സിലായോ? അതാണ് 2 revolution എന്ന് പറഞ്ഞേക്കുന്നത്. ഇപ്പൊ ചിലപ്പോ എക്സാമിന് ചോദിക്കും ഒരു റവല്യൂഷൻ. അപ്പൊ ഒരു റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു തവണ കഴിയുമ്പോഴത്തേക്ക് അത് നേരെ എവിടെ എത്തും? മുകളിലെത്തും. അതാണ് 1 revolution. ഓക്കെ. അപ്പൊ 3 revolution എന്ന് പറഞ്ഞാല്, 3 revolution എന്ന് പറഞ്ഞാല് ആദ്യം ഒരു തവണ മൂവ് ചെയ്തു, വീണ്ടും അടുത്ത തവണ മൂവ് ചെയ്തു, മൂന്നാമത്തെ തവണ മൂവ് ചെയ്യുമ്പോഴാണ് അത് എവിടെ എത്തുന്നത്? ടോപ്പിലെത്തുന്നത്. ഓക്കെ, അതാണ് 3 revolution. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കിക്കോണം, ഒരു റവല്യൂഷൻ ആണോ, 1 revolution ആണോ, 2 revolution ആണോ, 3 revolution ആണോ, 4 revolution ആണോ എന്നൊക്കെ നോക്കിക്കോണം. along the shortest path, ഷോർട്ടസ്റ്റ് പാത്തിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. ഡ്രോ ദ ഡെവലപ്മെന്റ് ആൻഡ് സ്കെച്ച് ദ പാത്ത് ഓഫ് ദി ഇൻസെക്ട് ഇൻ ദ ഫ്രണ്ട് വ്യൂ. അതായത് ഡെവലപ്മെന്റ് വരയ്ക്കണം. ഡ്രോ ദ ഡെവലപ്മെന്റ് ആൻഡ് സ്കെച്ച് ദ പാത്ത് ഓഫ് ദി ഇൻസെക്ട്. ഇൻസെക്ടിന്റെ പാത്ത് സ്കെച്ച് ചെയ്യണം ഇൻ ദ ഫ്രണ്ട് വ്യൂ. ഫ്രണ്ട് വ്യൂവില് സ്കെച്ച് ചെയ്യണം. എന്താ ഇതുപോലെ. ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞ അഭിഷേക്, ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ഓക്കെ, അപ്പൊ ഇത് വരയ്ക്കാൻ പോവാണ്. ഓക്കെ, സോ ഞാൻ ആദ്യം ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ വരയ്ക്കുകയാണ്. സോ നമുക്കറിയാം സിലിണ്ടറിന്റെ ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? സിലിണ്ടറിന്റെ ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സർക്കിൾ. അപ്പൊ ഞാൻ ആദ്യം സർക്കിൾ വരച്ചു. ഓക്കെ, സോ വാട്ട് ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ? ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ ഈസ് 50 millimeter. സോ ഞാൻ ഇതിന്റെ ഡയമീറ്റർ മാർക്ക് ചെയ്തു 50. ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ ഈസ് 50. ദെൻ നമുക്കറിയാം സിലിണ്ടർ വരയ്ക്കുമ്പോൾ നമ്മൾ അതിനെ എത്ര ഡിവൈഡ് ചെയ്യണം? ഡിവൈഡ് ദാറ്റ് സർക്കിൾ ഇൻറ്റു 8 equal parts. എന്തിനു വേണ്ടിയാ? നമുക്ക് പേര് കൊടുക്കാൻ വേണ്ടി, നെയിമിങ്ങിന് വേണ്ടിയാ. സോ ഡിവൈഡ് ദിസ് സർക്കിൾ ഇൻറ്റു 8 equal parts. Divide this circle into 8 equal parts. Okay, so ipo ഞാൻ ടോപ്പ് വ്യൂ വരച്ചു. then what is the next step? പേര് കൊടുക്കുക. okay, so ഞാനിപ്പോ ഇതിന് a ബ്രാക്കറ്റിലെ p, മുകളിലത്തെ പേര് a ആണ്, താഴത്തെ സർക്കിളിന്റെ പേര് p ആണ്. so a bracket p. then next is b bracket q. then
next is C bracket R. Then next is D bracket S. Then next is E bracket T. Then next is F bracket U. Then next is G bracket V. Then H bracket W. H bracket W. Okay. Then I will draw the front view. So what is the front view? Front view is a rectangle. Okay. So draw the front view. Front view is a rectangle. And what is the height of this rectangle? Height of this rectangle is 70. So ഇത് dark ചെയ്യാം. Okay. So ഇത് ഞാൻ dark ചെയ്തു. Then I will project all other points. Okay. Then I will name ആദ്യം ഞാൻ ടോപ്പ് സർഫസ് നെയിം ചെയ്യാണ്. സോ ഈ ലെഫ്റ്റിലെ അതിന്റെ പേരെന്താണ്? ദിസ് ഈസ് എ ഡാഷ്. ദിസ് പോയിന്റ് ഈസ് എ ഡാഷ്. This is A dash. The next is B dash and H dash. Next is B dash comma H dash. B dash comma H dash. Then next is C dash comma G dash. C dash comma G dash. C dash comma G dash. Then next is D dash comma F dash. D dash comma F dash. Then next is okay. So naming correct ആയിട്ട് ചെയ്യണം കേട്ടോ, ഇല്ലെങ്കിൽ പോയിന്റ്സ് മാർക്ക് ചെയ്യുമ്പോൾ പ്രോബ്ലം വരും. ഓക്കെ, ഇനി ബോട്ടം പോയിന്റ് ദിസ് ഈസ് പി ഡാഷ്. ദിസ് പോയിന്റ് ഈസ് പി ഡാഷ്. Then next is this is Q dash comma W dash. This is Q dash comma W dash. Then R dash comma V dash. R dash comma V dash. Then S dash comma U dash. And finally this is T dash.
This point is T dash. Okay. Adona, is it clear? Sir. Okay. Then next is the അടുത്ത സ്റ്റെപ്പില് ഞാൻ ഇതിന്റെ ഡെവലപ്മെന്റ് വരയ്ക്കാൻ പോകും. ഡെവലപ്മെന്റ്. അപ്പൊ ഡെവലപ്മെന്റ് വരയ്ക്കുമ്പോൾ ഞാൻ ആദ്യം എന്ത് വരയ്ക്കണം? നമ്മൾ ഒരു റെക്ടാംഗിൾ വരയ്ക്കണം. അപ്പൊ ഈ റെക്ടാംഗിളിന്റെ ലെങ്ത് എത്രയാണെന്ന് ഓർമ്മയുണ്ടോ? അഭിഷേക് ഓർമ്മയുണ്ടോ? ലെങ്ത് ആനന്ദ് ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇതിന്റെ ലെങ്ത് എത്ര ആയിരിക്കും? 2πr വെച്ചിട്ട് 2πr അത് തന്നെ. അപ്പൊ എത്രാന്ന് പറഞ്ഞേ? 157. എത്രയാണ്? 157. ഓക്കെ. അപ്പൊ 2 റേഡിയസ് എത്ര എടുത്ത്? 25 അല്ലയോ? 25 സാർ. 25. ഓക്കെ. അപ്പൊ 157. ഓക്കെ. സോ ലെങ്ത് ഈസ് 157 ആൻഡ് ഹൈറ്റ് ഈസ് സെയിം 70. ഓക്കെ. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ സർക്കിളിനെ എത്രയായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്? 8 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. സോ ഡിവൈഡ് ദിസ് 157 into 8 equal parts. 157 by 8 എത്ര നോക്കി ആനന്ദ്? എത്ര? 157 by 8 സാർ 19.6. 19.625. ഓക്കെ. അപ്പൊ നമ്മൾ ഇതിനെ 19.625 വെച്ച് ഡിവൈഡ് ചെയ്യണം. 19.625. ഓക്കെ. അപ്പൊ ഞാൻ ഇതിനെ 19.625 വെച്ച് ഡിവൈഡ് ചെയ്യാം. 19.625 എല്ലാം 19.625 19.625 19.625 19.625. ഓക്കെ. 1 2 3 4 5 6 7 8 കണ്ടല്ലോ. സോ 8 ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തു. 19.625 വെച്ചാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. 19.625. എന്നിട്ട് നമ്മൾ ഈ ടോപ്പിലെ പേര് അതുപോലെ കൊടുക്കുക. ടോപ്പിലെ പേരെന്തായിരുന്നു? ABCD എന്നായിരുന്നു. അപ്പൊ ഇവിടെ അതുപോലെ കൊടുക്കുക. A ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊടുക്കേണ്ടത്. A B C D E F G H A B C D E F G H and finally A. ഓക്കെ. ഇനി ബോട്ടം അതിന് അതുപോലെ പേര് കൊടുക്കുക. ബോട്ടത്തിന്റെ പേരെന്തായിരുന്നു? PQR എന്നായിരുന്നു. അപ്പൊ PQR S T U V W and finally P. Okay, so this is the development. അപ്പൊ ഈ ഡെവലപ്മെന്റില് നമ്മൾ എന്താന്ന് പറഞ്ഞേക്കുന്ന അറിയാം? ഷോർട്ടസ്റ്റ് പാത്ത് കാണിക്കണം. ഷോർട്ടസ്റ്റ് പാത്ത്. അപ്പൊ നമുക്കറിയാം ഈ ഇൻസെക്ട് എവിടുന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്? ബോട്ടത്തിലെ ഒരു പോയിന്റിൽ നിന്നാ. ഓക്കെ. അപ്പൊ
നിങ്ങൾ ഈ പിക്ചറിൽ നോക്കിയേ, ഈ പിക്ചറിൽ ലെഫ്റ്റില് ഏറ്റവും താഴത്തെ പോയിന്റ് എന്തുവാ? പി ഡാഷ് ആണ്. ഓക്കെ, അപ്പൊ എന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് പി ആണ്. ഓക്കെ, അതായത് ഞാനിപ്പോ ഇവിടോട്ടൊന്ന് എഴുതുകയാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഇൻസെക്റ്റിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് പി ആണ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഈസ് പി. ഓക്കെ, എൻ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? എൻ പോയിന്റ് എന്ന് പറയുന്നത് എ ആണ്. സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഇൻസെക്റ്റിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഓക്കെ, സോ ഇൻസെക്റ്റിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്താണ്? ഇൻസെക്റ്റിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് പി ആണ്, എൻ പോയിന്റ് എ ആണ്. അപ്പൊ ഈ പിന്ന് എയിലോട്ടാണ് മൂവ് ചെയ്യേണ്ടത്. അതായത് ഇതാണ് ഈ ഡെവലപ്മെന്റിൽ ഇതാണ് എന്റെ പി, ദെൻ ഇതാണ് എ. അപ്പൊ നമുക്കറിയാം ഒരു റവല്യൂഷനിലാണോ ഇത് മുകളിൽ എത്തുന്നത്? അല്ല. എത്ര റവല്യൂഷനില? 2 റവല്യൂഷനില. അപ്പൊ ആദ്യം നമ്മൾ ഇതിന്റെ സെന്റർ കണ്ടുപിടിക്കണം ആദ്യം. അപ്പൊ ഇതിന്റെ സെന്റർ ആദ്യം കണ്ടുപിടിക്കണം. ഈ 70യുടെ പകുതി എത്രയാണ്? 35. അപ്പൊ ഒരു റവല്യൂഷൻ കഴിയുമ്പോൾ ഈ ഇൻസെക്ട് പിന്ന് നേരെ എന്ത് ചെയ്യും? എക്സാക്ട് സെന്ററിലോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. ദെൻ അടുത്ത റവല്യൂഷനിൽ സെന്ററിൽ നിന്ന് നേരെ എവിടോട്ട് വരും? എയിലോട്ട് വരും. ഓക്കെ, സോ ദിസ് ഈസ് ദ ഷോർട്ടസ്റ്റ് പാത്ത്. നമുക്കറിയാമല്ലോ, നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ ജംഗ്ഷനിലോട്ട് പോകാനുള്ള ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ജംഗ്ഷനിലോട്ട് പോകാൻ കുറെ ഇടവഴികളും കുറെ വളഞ്ഞ വഴികളും ഒക്കെ ഉണ്ടാവും അല്ലെ? ആ വഴി കൂടെ പോകുന്നത്. പക്ഷെ അത് ഒരിക്കലും ഷോർട്ടസ്റ്റ് പാത്ത് ആണോ? അല്ല. ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് ആ സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ പോയാൽ അതായിരിക്കും എന്ത്? ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇൻസെക്റ്റിന്റെ ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറയുന്നത് ഇതാണ്. ദിസ് ഈസ് ദ ഷോർട്ടസ്റ്റ് പാത്ത്. ഒരു റവല്യൂഷൻ കഴിയുമ്പോൾ അത് നേരെ നടുക്കാ വരുന്നത്, മിഡിൽ സെന്ററിൽ വരും. അടുത്ത റവല്യൂഷനിൽ അത് നേരെ എവിടെത്തും? എ എന്ന് പറയുന്ന പോയിന്റിലെത്തും. ഓക്കെ, ആനന്ദ് ഇത് ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? ക്ലിയർ ആ സാർ. ഓക്കെ, ജൂഡിത്ത് ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ദിസ് ഈസ് ദ ഷോർട്ടസ്റ്റ് പാത്ത്. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ ഷോർട്ടസ്റ്റ് പാത്ത്. അപ്പൊ ഈ പോയിന്റിനെ നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഡ്രോ ദി ഡെവലപ്മെന്റ് ആൻഡ് സ്കെച്ച് ദ പാത്ത് ഓഫ് ദ ഇൻസെക്ട് ഇൻ ദ ഫ്രണ്ട് വ്യൂ. നമ്മുടെ ഫ്രണ്ട് വ്യൂവില് ഈ ഇൻസെക്റ്റിന്റെ പാത്ത് വരയ്ക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതിനെന്ത് ചെയ്യണം? നമ്മൾ ഈ ഡെവലപ്മെന്റിൽ ഈ പോയിന്റ്സിനെ എല്ലാം എന്ത് ചെയ്യണം? ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം, ഈ ഫ്രണ്ട് വ്യൂവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ നോക്കിയേ, ഇവിടെ ആദ്യത്തെ പോയിന്റ് പി ആണ്. അപ്പൊ പിയുടെ അവിടെ ഉള്ള പോയിന്റ് ഞാൻ 1 എന്ന് കൊടുത്തു. 1. ഓക്കെ, അതിനെ ഞാൻ ഈ ഫ്രണ്ട് വ്യൂവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പി ഡാഷിന്റെ അവിടെ എന്ത് കൊടുക്കണം? 1 ഡാഷ് എന്ന് കൊടുക്കണം. പി ഡാഷിന്റെ അവിടെ ഏത് പോയിന്റ് കൊടുക്കണം? 1 ഡാഷ് എന്ന് കൊടുക്കും. 1 ഡാഷ്. ഓക്കെ, ഇനി അടുത്ത് നോക്കി, ഇവിടെ ഈ ബി ക്യൂവില് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഇതിന് ഞാൻ 2 എന്ന് കൊടുത്തു. ദിസ് പോയിന്റ് ഈസ് 2. എന്നിട്ട് ആ പോയിന്റിനെ എന്ത് ചെയ്യണം? നമ്മുടെ ഫ്രണ്ട് വ്യൂയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഇവിടുന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങോട്ട് വരച്ചാൽ മതി, പുറകോട്ട്. ഇങ്ങോട്ട് കണ്ടോ? അപ്പൊ അതിനെന്ത് പേര് കൊടുക്കുക? അതിന് 2 ഡാഷ് എന്ന് പേര് കൊടുക്കുക. ദിസ് പോയിന്റ് ഈസ് 2 ഡാഷ്. സിമിലർലി അടുത്ത പോയിന്റ് നോക്കിയേ. അടുത്ത പോയിന്റ് ഇവിടെ നോക്കിയേ. ഇവിടെ ഞാൻ 6 എന്നുള്ളിടത്ത് ഞാൻ ഒരു പോയിന്റ് കൊടുക്കുകയാണ്. 3 എന്ന് കൊടുക്കും. ഇതിന്റെ പേര് ഞാൻ 3 എന്ന് കൊടുത്തു. ദിസ് നെയിം ഈസ് 3. അപ്പൊ 3 എവിടുത്തെ പോയിന്റ് ആണ്? ഏത് ലൈനിലെ പോയിന്റ്? CR. കണ്ടല്ലോ, CR. അപ്പൊ ഇതിനെ ഞാൻ എന്ത് ചെയ്യണം? ഇതിനെ ഞാൻ CR-ലോട്ട് എന്ത് ചെയ്യാം? ട്രാൻസ്ഫർ ചെയ്യാം. കണ്ടോ? CR-ലോട്ട്. അപ്പൊ അതിനെന്ത് പേര് കൊടുക്കുക? 3 ഡാഷ് എന്ന് ഞാൻ പേര് കൊടുക്കും. ദിസ് ഈസ് 3 ഡാഷ്. ദിസ് പോയിന്റ് ഈസ് 3 ഡാഷ്. ഇനി അടുത്തത് DS-ല് എന്ത് കൊടുത്തു? DS-ല് ഞാൻ 4 എന്ന് കൊടുത്തു. DS-ൽ എന്ത് കൊടുത്തു? ഞാൻ ഇതിന് 4 എന്ന് കൊടുത്തു. DS-ൽ ഞാൻ ഇതിന് 4. അപ്പൊ ഈ 4-നെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തേ. ഇവിടുന്ന് ഞാൻ എന്ത് ചെയ്താ? ഇങ്ങോട്ട്. ഓക്കെ, so this is 4 dash. This point is 4 dash. Okay, then next is ET-ൽ ഞാൻ 5 കൊടുക്കുകയാണ്. ET-ൽ ഇതിന്റെ പേര് 5. This point is 5.
ആദം ഇത് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ആദം sir, മനസ്സിലായി. ഓക്കെ. സോ 5-ലെ പോയിന്റ് ഇ ടി എന്നുള്ള പോയിന്റ് ഇങ്ങോട്ട് കൊടുക്കുകയാണ്. സോ ദിസ് ഈസ് 5 ഡാഷ്. ദിസ് പോയിന്റ് ഈസ് 5 ഡാഷ്. This point is 5 dash. Then അടുത്തതിന് ഞാൻ കൊടുക്കുകയാണ് എന്ത്? 6. This point is 6. ഓക്കെ. അപ്പൊ 6 എന്ന് പറയുന്നത് ഏത് FU-ലാണ്? സോ FU-ലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. FU എന്ന് പറയുന്നത് ഇതാണ്. ദിസ് ഇസ് മൈ FU. ഇതാണ് FU, F dash U dash. സോ ഞാനിപ്പോ ഇവിടെ കൊടുക്കുകയാണ് 6 dash. This point is 6 dash. Then next is GV. This is 7. This is 7. Then transfer this point to GV. GV എന്ന് പറയുന്നത് ഏത് ലൈനാ? നടുക്കത്തെ ലൈനാണ്. G dash V dash കണ്ടോ? സോ ഇതിന് ഞാൻ എന്ത് കൊടുക്കുക? This point as 7 dash. This point is 7 dash. Okay. Then ഈ പോയിന്റിന് ഞാൻ പേര് കൊടുക്കുകയാണ്. This is 8 dash. This point is 8 dash. 8 dash. Okay. So I will transfer this 8 dash. 8 dash അങ്ങോട്ട് HW. ഏതാണ് HW? ഇതാണ് എന്റെ HW. കണ്ടല്ലോ? H dash W dash. So I will name here 8 dash. This is 8 dash. And then this point is, I will name this point as 9. This point as 9. And I will transfer this to AP. AP lot transfer here. The AP. So this is 9 dash. അപ്പൊ ഇപ്പൊ എത്ര റവല്യൂഷൻ ആയി? ഒരു റവല്യൂഷൻ ആയി. അഡോണ ക്ലിയർ ആണോ ഇത്? അഡോണ ആണ് സർ. ഓക്കെ. അപ്പൊ ഞാനിപ്പോ ഒരു റവല്യൂഷന്റെ പാത്ത് മാർക്ക് ചെയ്യാൻ പോവാണ്. ഒരു റവല്യൂഷന്റെ പാത്ത് ആർക്കായിട്ട് വേണം വരയ്ക്കാൻ. 1 2 3 ഇങ്ങനെ വരച്ചു. Then 3 4 5. Then 5 6 7. Then 7 8 9. Okay. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു ഇൻസെക്ട് ഇങ്ങനെ ഇതിന്റെ പുറത്തൂടെ പോകുന്നതിന്റെ ഒരു പാത്തായി ഇപ്പൊ നമ്മൾ വരച്ചിരിക്കുന്നത്. ആനന്ദ് ഇത്രയും ക്ലിയർ ആണോ? ആനന്ദ് ക്ലിയറാ സാർ. ഓക്കെ. അപ്പൊ ഇപ്പം എത്ര റവല്യൂഷൻ ആയി? ഒരു റവല്യൂഷനേ ആയിട്ടുള്ളൂ. അപ്പം അടുത്ത റവല്യൂഷൻ നിങ്ങൾ തന്നെ വരച്ചോളാമോ? ഈ പോയിന്റ്സിനെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്താൽ മതി. വരച്ചോളാമോ? അഡോണ വരച്ചോളാമോ? സാർ അതും ഈ സെയിം പോയിന്റ് തന്നെ അല്ലയോ? ഓക്കെ. അത് ഞാൻ കാണിച്ചു തരാം. ശരി. അപ്പൊ ഇവിടെ ഞാനിപ്പോ ഇവിടെ 9 കഴിഞ്ഞാൽ പിന്നെ ഞാനിപ്പോ ഒരു കണ്ടിന്യൂറ്റിക്ക് വേണ്ടി ഇവിടെ 10 എന്ന് കൊടുക്കും. 10. ഓക്കെ. സോ ദിസ് പോയിന്റ് ഈസ് 10. എവിടാണ്? HW-ല്. ഞാൻ HW-ല് HW-ല് ഓക്കെ. അപ്പൊ ഞാൻ ഇവിടെ എന്തോരും 10 ഡാഷ് വരും. ഓക്കെ. അപ്പൊ ഞാനിപ്പോ പേര് കൊടുക്കുന്നില്ല. ഓക്കെ. ഇപ്പൊ ഒരെണ്ണത്തിന് മാത്രം പേര് കൊടുക്കാം. ഇനി ഞാൻ അങ്ങോട്ട് പേര് കൊടുക്കുന്നില്ല. 10 ഡാഷ്. കാരണം നമ്പർ വലുതായതുകൊണ്ട് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് വരും. ഓക്കെ. സോ 10 ഡാഷ്. ഓക്കെ. നോ പ്രോബ്ലം. സോ ദിസ് ഈസ് 10 ഡാഷ്. ഓക്കെ. അടുത്തതിന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ദിസ് ഈസ് 11 എന്ന് കൊടുത്തു. ദിസ് പോയിന്റ് ഈസ് 11.
11 ഇവിടെ ജി വിയിലോട്ട്. അപ്പൊ ഞാൻ ജി വിയിലോട്ട് കൊണ്ടുപോവാണ്. 11 നിന്ന് ജി വിയിലോട്ട്. ജി വി എന്ന് പറയാൻ നടുക്കത്തെ ലൈൻ. ദിസ് ഈസ് 11 - പിന്നെ അടുത്ത എന്താണ്? അടുത്ത 11 കഴിഞ്ഞാൽ പിന്നെ അടുത്തത് 12 എന്ന് കൊടുക്കും ഞാൻ. ദിസ് ഈസ് 12. 12 എവിടത്തെയാണ്? എഫ് യുവിലെയാണ്. സോ എഫ് യുവില് എഫ് യുവിലോട്ട് കൊടുത്തു. എഫ് യു. പിന്നെ അടുത്തത് 12 കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഞാൻ 13. നെക്സ്റ്റ് ഈസ് 13. ഓക്കെ, 13 എങ്ങോട്ടാ? ഈ ടിയിലോട്ടാണ്. സോ ഈ ടിയിലോട്ട് കൊടുത്തു. ഓക്കെ, അപ്പൊ ഈ ടി. അപ്പൊ അടുത്ത ഒരു റെവല്യൂഷന്റെ പകുതിയായി. ഓക്കെ, അപ്പൊ അത് ഞാൻ ജോയിൻ ചെയ്യാണ്. സോ 9, 10, 11 ഇങ്ങനെ ജോയിൻ ചെയ്തു. ഞാൻ നമ്പർ കൊടുത്തിട്ടില്ല കേട്ടോ. 9, 10, 11, then 11, 12, 13. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് ഞാൻ 14 കൊടുത്തു. ദിസ് ഈസ് 14. ദിസ് പോയിന്റ് ഈസ് 14. 14 എവിടെയാണ്? ഡി എസിലാണ്. സോ ട്രാൻസ്ഫർ ദിസ് ds to here. Okay, so this is 14. നിങ്ങൾ പേര് കൊടുക്കുമ്പോൾ അത് കൊടുത്തു പോവാ കേട്ടോ. So this is 15. This is 15. 15 CR ലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. Then അടുത്ത എന്താണ്? ബി. അടുത്ത 16. ബി ക്യൂവില് 16. ബി ക്യൂവില് ബി ക്യൂവില് 16. ആൻഡ് ഫൈനലി എയിൽ വരുമ്പോ 17. ഓക്കെ, ഇനി ഇതിനെ എന്ത് ചെയ്താൽ ജോയിൻ ചെയ്താൽ മതി. Okay, so this is the path of the insect in the front view. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ 2 റെവല്യൂഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നേ. ഇപ്പൊ ഒരു റെവല്യൂഷൻ ആയിരുന്നെങ്കിൽ നമ്മുടെ ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറയുന്നത് എങ്ങനെ വന്നേനെ? ഇവിടുന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ നേരെ ഇങ്ങോട്ട് വന്നേനെ. കണ്ടോ ആദം? ഇത് കാണുന്നുണ്ടോ ഞാൻ വരച്ചേക്കുന്നത്? ആദം, ഞാനിപ്പോ ഇവിടെ നടുക്കൊരു ഡയഗണൽ പോലെ ഒരു ലൈൻ വരച്ചേക്കുന്നുണ്ടോ? ഡയഗണൽ പോലെ കണ്ടോ? ഓക്കെ, അപ്പം ഒരു റെവല്യൂഷൻ ആയിരുന്നെങ്കിൽ പിന്ന് എയിലോട്ട് ഇങ്ങനെ വന്നേനെ. മനസ്സിലായോ? ഇതിപ്പോ 2 റെവല്യൂഷൻ ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വരച്ചത്. ഇപ്പൊ 2 റെവല്യൂഷൻ ആകുമ്പോ എങ്ങനെയാണ്? ആദ്യം നേരെ പകുതിയിൽ വരും, പകുതിയിൽ വന്നു, പകുതിയിൽ നിന്ന് വന്നിട്ട് നേരെ എയിലോട്ട് മൂവ് ചെയ്തു. 2 റെവല്യൂഷൻ. അപ്പം എക്സാമിന് സാധാരണ ചോദിക്കുന്നത് 1 റെവല്യൂഷൻ അല്ലെങ്കിൽ 2 റെവല്യൂഷൻ. ഓക്കെ, അതിനപ്പുറം ചോദിക്കാറില്ല. അപ്പൊ നിങ്ങൾ 1 റെവല്യൂഷൻ അറിഞ്ഞിരിക്കുക, 2 റെവല്യൂഷൻ അറിഞ്ഞിരിക്കുക. ഓക്കെ, കാരണം ഇത് 2 റെവല്യൂഷൻ അപ്പുറം നിങ്ങളോട് ചോദിക്കത്തില്ല, കാരണം അത് സമയമെടുക്കും. അതുകൊണ്ട് തന്നെ 2 റെവല്യൂഷൻ വരെ മാക്സിമം ചോദിക്കത്തുള്ളൂ. മുന്ന ഇത് ക്ലിയർ ആണോ? മുന്ന ഉണ്ടോ ഇതിനകത്തില്? മുന്ന ക്ലിയർ ആണോ? ഓക്കെ, ശരി. അഡോണ ഇത് ക്ലിയർ ആണോ? അഡോണ ക്ലിയർ ആ സർ. ഓക്കെ, അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് പ്രോബ്ലം. അപ്പൊ നമ്മളിപ്പോ ചെയ്തത് 2 റെവല്യൂഷന്റെ ആണ്. 1 റെവല്യൂഷൻ ഞാൻ 1 റെവല്യൂഷൻ പറഞ്ഞത് മനസ്സിലായോ? പിടി കിട്ടിയോ? 1 റെവല്യൂഷൻ സാർ അത് കാര്യമായിട്ട് മനസ്സിലായില്ല. ഓക്കെ, അതായത് 1 റെവല്യൂഷൻ ആണെങ്കിൽ അഗൈൻ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്ന പി ആണ്, എൻഡ് പോയിന്റ് എന്ന് പറയുന്നത് എ ആണ്. അപ്പൊ 1 റെവല്യൂഷൻ ആണെങ്കിൽ 1 റെവല്യൂഷൻ ആണെങ്കിൽ ദിസ് ഈസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്.
ഒരു റെവല്യൂഷൻ കഴിയുമ്പോൾ അത് നേരെ എവിടെ വരണം, എയിൽ വരണം. കണ്ടോ? അപ്പൊ എയിലോട്ട് ജോയിൻ ചെയ്യണം. അപ്പൊ ഇതാണ്, ദിസ് ഈസ് ദ ഷോർട്ടസ്റ്റ് പാത്ത്. കണ്ടോ? ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചേക്കുന്നത് കണ്ടോ? ആ സർ. സോ ദിസ് ഈസ് ദ ഷോർട്ടസ്റ്റ് പാത്ത്. ഈ പാത്തിനെ നേരെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്താൽ മതി, ഫ്രണ്ട് വ്യൂയിലോട്ട് ട്രാൻസ്ഫർ ചെയ്താൽ മതി. മനസ്സിലായോ? ആ സർ, മനസ്സിലായി. ഓക്കെ. അപ്പൊ ഇതാണ് ഒരു റെവല്യൂഷൻ. ആനന്ദിന് ക്ലിയർ ആയോ? ഇത് ആനന്ദ് മനസ്സിലായി സാർ. ഓക്കെ. അപ്പൊ ഞാൻ ഒരു റെവല്യൂഷന്റെ പറയുന്നില്ല, അപ്പൊ നിങ്ങൾക്ക് ഒരു റെവല്യൂഷന്റെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ശരി. അപ്പം അതാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിന്റെ പ്രോബ്ലം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങൾ ആരെങ്കിലും ഇതിന്റെ ഒരു ഫോട്ടോ എടുക്കാമോ? നമ്മുടെ ഗ്രൂപ്പിലോട്ടൊന്ന് ഇടാൻ. ഇതിന്റെ ഫോട്ടോ എടുത്തൊന്ന് ഗ്രൂപ്പിലോട്ടൊന്ന് ഇടാം ആരെങ്കിലും. ആനന്ദ് ഫോട്ടോ എടുക്കാമോ? ആനന്ദ് ഇതിന്റെ. സാർ ഇപ്പൊ എടുക്കാം. ഓക്കെ, കാരണം എന്റെ ഫോൺ അപ്പുറത്തിരിക്കുക, അതുകൊണ്ടാണ്, ചാർജിങ്ങിൽ ഇരിക്കുക, അതുകൊണ്ടാണ്. എടുത്തോ? എടുത്തു സാർ, എടുത്തു. ഓക്കെ, ശരി. അപ്പൊ ക്ലാസ് കഴിയുമ്പോൾ ഗ്രൂപ്പിലോട്ട് ഇട്ടാൽ മതി. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സാർ ഞാൻ പുറത്തോട്ട് പോയായിരുന്നു, ബാക്കി സാർ റെക്കോർഡ് ഇടുമ്പോ കണ്ടോളാവേ. ഏതാ? പുറത്തോട്ട് പോണായിരുന്നു ഇപ്പം. ശരി, ഓക്കെ. റെക്കോർഡഡ് വീഡിയോ ഇടാം. റെക്കോർഡഡ് വീഡിയോ ഷെയർ ചെയ്യാം കേട്ടോ. ഇങ്ങനെ എത്ര ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും? ഇന്ന് ഞാൻ അതിന് ഒരു 3 കൂടെ ചെയ്യിക്കും. 3 ഞാൻ വീഡിയോ ഷെയർ ചെയ്യാം കേട്ടോ. വീഡിയോ ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, എന്റെ സ്ക്രീൻ കാണാമോ? ആനന്ദ്, എന്റെ സ്ക്രീൻ കാണാമോ? കാണാം സാർ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ നോക്കുക. എ സിലിണ്ടർ സിലിണ്ടറിന്റെ പ്രോബ്ലം ആണ്. ഹാവിംഗ് ബേസ് ഡയമീറ്റർ 50 mm ആൻഡ് ആക്സിസ് ലെങ്ത് 70 mm. ബേസ് ഡയമീറ്റർ 50 ആണ്, ആക്സിസ് ലെങ്ത് 70 ആണ്. ഹാസ് ഇറ്റ്സ് ബേസ് ഇൻ HP. ബേസ് HP യിലാണ്. എ സ്ക്വയർ ഹോൾ. അപ്പൊ ഇതിനകത്തൊരു ഹോൾ ഉണ്ട്, ഒരു സ്ക്വയർ ഹോൾ ഓഫ് സൈഡ് 25 mm ഈസ് ഡ്രിൽഡ് സെൻട്രലി ഹാവിംഗ് ഇറ്റ്സ് സൈഡ്സ് ഈക്വലി ഇൻക്ലൈൻഡ് വിത്ത് HP. അതായത് ഈ സിലിണ്ടറിൽ ഒരു ഹോൾ ഡ്രിൽ ചെയ്യുന്നു. ആ ഹോളിന്റെ സൈഡ് എത്രയാണ്? 25 ആണ്. ഹോളിന്റെ സൈഡ് 25 ആണ്. സെൻട്രലി ഹാവിംഗ് ഇറ്റ്സ് സൈഡ്സ് ഈക്വലി ഇൻക്ലൈൻഡ് വിത്ത് HP. ആ ഹോളിന്റെ സൈഡ് എന്ന് പറയുന്നത് HP-ക്ക് ഈക്വലി ഇൻക്ലൈൻഡ് ആണ്. ഇറ്റ്സ് ആക്സിസ് ബീങ് പെർപെൻഡിക്കുലർ ടു VP. അതായത് ആ ഹോളിന്റെ ആക്സിസ് VP-ക്ക് പെർപെൻഡിക്കുലർ ആണ്. ആൻഡ് ബൈസെക്ടിങ് ദി ആക്സിസ് ഓഫ് ദ സിലിണ്ടർ. സിലിണ്ടറിന്റെ ആക്സിസിനെ ബൈസെക്ട് ചെയ്യുന്നുണ്ട്. എക്സാക്ട് സെന്ററിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഡ്രോ ദ ഡെവലപ്മെന്റ് ഓഫ് ദ സിലിണ്ടർ വിത്ത് ഹോൾ. അപ്പൊ ഈ സിലിണ്ടറിന്റെ ഡെവലപ്മെന്റ് വരയ്ക്കണം വിത്ത് ഹോളോട് ഉൾപ്പെടെ ഉള്ള ഡെവലപ്മെന്റ് ആണ് വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം ഇതിന്റെ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ വരയ്ക്കുകയാണ്. ഡയമീറ്റർ 50 ആണ്, ഹൈറ്റ് 70 ആണ്. ഓക്കെ, അപ്പൊ എനിക്കിവിടെ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ, ഞാനിപ്പോ ഇവിടെ ചെയ്ത പ്രോബ്ലത്തിന്റെ ഡയമീറ്റർ 50 ആയിരുന്നു, ഇതിന്റെ ഹൈറ്റ് 70 ആയിരുന്നു. അപ്പൊ ഞാൻ ഇതിനെ ഒന്ന് ഡിലീറ്റ് ചെയ്യട്ടെ. അപ്പൊ എനിക്കത് വീണ്ടും വരയ്ക്കണ്ട. നിങ്ങൾക്കത് പറ്റത്തില്ല, നിങ്ങളത് വരച്ചേ പറ്റത്തുള്ളൂ കേട്ടോ.
ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ആദ്യം ടോപ്പ് വ്യൂ വരച്ചു, ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ വരച്ചു. ടോപ്പ് വ്യൂ ഈസ് എ സർക്കിൾ. ദെൻ അതിനെ നമ്മൾ 8 ആയിട്ട് ഡിവൈഡ് ചെയ്തു 45 ഡിഗ്രി വെച്ചിട്ട്. ദെൻ അതിന് എന്തിനാ ഡിവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്ക് നെയിമിങ്ങിന് വേണ്ടിയിട്ട്. സോ നെയിമിങ് ചെയ്തു. പിന്നെ ഫ്രണ്ട് വ്യൂ വരച്ചു. ഫ്രണ്ട് വ്യൂ ഈസ് എ റെക്ടാംഗിൾ. ദെൻ ഡെവലപ്മെന്റ് വരച്ചു. ഡെവലപ്മെന്റ് വരയ്ക്കുമ്പോൾ ഇതിന്റെ ലെങ്ത് എത്രയാണ്? 2πr. സർക്കംഫറൻസ് 2πr. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത എന്താ ചെയ്യേണ്ടത്? ഇതിനകത്ത് ഒരു ഹോള് ഡ്രിൽ ചെയ്യണം. ഒരു ഹോള് ഡ്രിൽ ചെയ്യണം. അപ്പൊ ആ ഹോള് ഡ്രിൽ ചെയ്യുമ്പോൾ ഇവർ പറഞ്ഞിട്ടുണ്ട്, ഈ ഹോളിന്റെ ആക്സിസ് എന്താണ്? പെർപെൻഡിക്കുലർ ടു വി പി ആണ്. വി പിക്ക് പെർപെൻഡിക്കുലർ ആണ്. ആൻഡ് ബൈസെക്ടിങ് ദി ആക്സിസ് ഓഫ് ദ സിലിണ്ടർ. സിലിണ്ടറിന്റെ ആക്സിസിൽ ബൈസെക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ ഹോളിന്റെ സൈഡ് ഈക്വലി ഇൻക്ലൈൻ ടു എച്ച് പി ആണ്. ഹോളിന്റെ സൈഡ് ലെങ്ത് 25 ആണ്. അത് ഈക്വലി ഇൻക്ലൈൻ ടു എച്ച് പി ആണ്. അപ്പൊ ഞാൻ ആദ്യം ഇതിൽ ബൈസെക്ട് ചെയ്യുന്നത് പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യം എന്ത് ചെയ്യണം? ഞാൻ ആദ്യം ഇതിന്റെ സെന്റർ കണ്ടുപിടിക്കണം. സോ ദിസ് ഈസ് 35 അല്ലെ? 35 ആണല്ലോ. 35 കണ്ടുപിടിച്ചിട്ട് ഞാൻ ഇവിടെ ഒരു സ്ക്വയർ വരയ്ക്കണം. ഓക്കെ, സോ 35 വരച്ചിട്ട് ഞാൻ സ്ക്വയർ വരച്ചു. അപ്പൊ സ്ക്വയർ വരയ്ക്കുമ്പോൾ അതിന്റെ സൈഡ് എത്രയാണ്? സൈഡ് ഈസ് 25. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ നോട്ട്ബുക്കിൽ വരയ്ക്കുമ്പോ എങ്ങനെ അതുപോലെ ഞാൻ വരയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടോ? ഓക്കെ, അപ്പൊ ഇത് വരയ്ക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? നിങ്ങൾ ആദ്യം ഒരു സ്ക്വയർ സൈഡിലോട്ട് ഇവിടെ മാറ്റി വരയ്ക്കണം. ഒരു സ്ക്വയർ സൈഡിലോട്ട് മാറ്റി വരയ്ക്കുക. എത്ര സൈഡിന്റെ? 25ന്റെ. 25/25ന്റെ 25/25 സ്ക്വയർ വരയ്ക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇതിന്റെ ഡയഗണൽ അങ്ങ് വരയ്ക്കണം. ഡയഗണൽ. ഓക്കെ, സോ ദിസ് ഈസ് ദ സെന്റർ പോയിന്റ്. അപ്പൊ ഈ സെന്റർ തൊട്ട് ഇതിന്റെ കോർണർ വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. കണ്ടോ? എത്രയാണെന്ന് കണ്ടോ? 17.678 എന്ന് കാണാം. ആനന്ദ് കാണുന്നുണ്ടോ ഇത്? 17 പോയിന്റ്. ആനന്ദ് കാണാം സർ. ഓക്കെ, 17.678. അപ്പൊ ഈ ഡിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യണം. ഇവിടെ 17.678. സിമിലർലി ഇവിടെ മുകളിലും ഇത് തന്നെ 17.678 മാർക്ക് ചെയ്തു. അതുപോലെ ഇങ്ങോട്ട് ലെഫ്റ്റിലും ഇങ്ങോട്ട് എടുക്കണം. എത്ര എടുക്കണം? 17.678. അപ്പുറത്തോട്ടും അതേപോലെ തന്നെ 17.678. ഓക്കെ, അപ്പൊ നമുക്ക് ആ സ്ക്വയറിന്റെ 4 പോയിന്റ് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? ഇതിനെ അങ്ങ് ജോയിൻ ചെയ്താൽ മതി. അപ്പൊ എനിക്ക് ഒരു സ്ക്വയർ എടുത്തെന്ന് വരയ്ക്കാവുന്നുള്ളൂ ഈസി ആയിട്ട്. അപ്പൊ നിങ്ങൾ നോട്ട്ബുക്കിൽ വരയ്ക്കുമ്പോൾ ആ രീതിക്കാണ് ഞാനിപ്പോ വരച്ചു കാണിച്ചിരിക്കുന്നത് കേട്ടോ. സോ അപ്പൊ കണ്ടല്ലോ നിങ്ങൾക്ക് ഒരു സ്ക്വയർ. ദിസ് ഈസ് ദ സ്ക്വയർ ഹോൾ. ഇതാണ് നമ്മുടെ സ്ക്വയർ ഹോൾ എന്ന് പറയുന്നത്. അഡോണോ, ഇത് ക്ലിയർ ആണോ? സർ. ഓക്കെ, ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ സ്ക്വയറിന്റെ സൈഡ് നോക്കിയാൽ നമുക്കറിയാം എത്രയാ? 25 ആയിരിക്കും ഇതിന്റെ സൈഡ്. ഓട്ടോമാറ്റിക്കലി 25 ആയിരിക്കും.
ആൻഡ് ഇവര് പറഞ്ഞിട്ടുണ്ട് എന്താണ് എച്ച് പിക്ക് എന്താണ് ഈ സ്ക്വയറിന്റെ സൈഡ് ഈക്വലി ഇൻക്ലൈൻഡ് ആണ്. അപ്പൊ എച്ച് പിയുടെ ആംഗിൾ എത്രയാണെന്ന് നോക്കിയേ. എച്ച് പിയുടെ ആംഗിൾ കണ്ടോ 45, രണ്ട് എഡ്ജ് നോക്കിയേ 45 കണ്ടോ. ആനന്ദ് കാണുന്നുണ്ടോ രണ്ട് സൈഡും എച്ച് പിയുടെ ആംഗിൾ 45 ഡിഗ്രി കാണാം സാർ. ഓക്കെ, അതായത് ഈ സ്ക്വയറിന്റെ രണ്ട് സൈഡ് എച്ച് പിയുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഈക്വലി ഇൻക്ലൈൻഡ് ആണ് എന്ന് പറഞ്ഞാൽ 45. അപ്പോ നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മൾ 45 എടുത്തൊന്നും വരച്ചില്ല, ഓട്ടോമാറ്റിക്കലി നമ്മൾ വരയ്ക്കുമ്പോൾ അതെന്തായി, അത് 45 ഡിഗ്രി ആയി, ഈക്വലി ഇൻക്ലൈൻഡ് ആയി. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പൊ നമ്മൾ കട്ടിംഗ് പ്ലെയിൻ വരച്ചിട്ട് ഡെവലപ്മെന്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യത്തില്ലേ, അതുപോലെ തന്നെ നമ്മൾ ഈ പോയിന്റ്സിനെ എന്ത് ചെയ്യുക, റൈറ്റ് സൈഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നോക്കിയേ ഈ ഹോളിന് എത്ര കോർണർ ഉണ്ട്, 1 2 3 4. അപ്പൊ ഈ 4 പോയിന്റിനെ കൂടെ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ നമ്മുടെ ഡെവലപ്മെന്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്താൽ മതി. കേട്ടോ, എല്ലാ പോയിന്റിനെയും നമ്മൾ ഈ ഡെവലപ്മെന്റിലോട്ട് അങ്ങ് വളരെ സിമ്പിൾ ആണ്, ഒന്നുമില്ല. കാണുമ്പോൾ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണോ ഒന്നുമില്ല, ഇതിനെ അങ്ങ് നേരെ ട്രാൻസ്ഫർ ചെയ്താൽ മതി. കേട്ടോ, അപ്പൊ ഞാൻ ഇതിന് വേണമെങ്കിൽ ഒരു പേര് കൊടുക്കാം. സോ ദിസ് ഈസ് 1 ഡാഷ്. ഓക്കെ, ഞാൻ ഇതിന് പേര് കൊടുത്തു. ദിസ് ഈസ് 1 ഡാഷ്, then this is 2 dash, then this is 3 dash, and this is 4 dash. ഓക്കെ, അപ്പൊ 1 എന്ന് പറയുന്നത് എവിടെ നോക്കി, 1 എന്ന് പറയുന്നത് ബി ക്യൂവിലും ഉണ്ട് എച്ച് ഡബ്ല്യൂവിലും ഉണ്ട്. അപ്പൊ 1 എന്ന് പറയുന്നത് ബി ക്യൂ ഇവിടെ, ഇതാണ് ബി ക്യൂ. അപ്പൊ ബി ക്യൂവിൽ നമ്മൾ ഇവിടെ 1 മാർക്ക് ചെയ്യാം, 1. അതുപോലെ എച്ച് ഡബ്ല്യൂവിലും ആരുണ്ട്, 1 ഉണ്ട്, 1 കൊടുത്തു. കണ്ടോ, ഫ്രണ്ടിലും ബാക്കിലും ഉണ്ട്. അടുത്തത് 4 എവിടെയൊക്കെയാ ഉള്ളത്, 4 നോക്കിയേ. 4 ഫ്രണ്ടില് സി ആറിലും ഉണ്ട്, ജി വി ഉണ്ട്. സി ആറിലും ഉണ്ട്, ജി വിയിലും ഉണ്ട്. അപ്പൊ സി ആറില് 4 കൊടുക്കുക, സി ആറില് 4 കൊടുത്തു. അതുപോലെ ജി വിയിലും എന്ത് ചെയ്യും, ജി വിയിലും 4 കൊടുത്തു. കണ്ടോ, ഇനി അടുത്തത് 2 അതേപോലെ തന്നെ താഴെ എവിടാണ്, സി ആറിലും ജി വിയിലും. സോ സി ആറിലും ജി വിയിലും, സി ആറിൽ 2 കൊടുത്തു, ദെൻ ജി വിയിലും 2 കൊടുത്തു. ഇനി അടുത്തത് എവിടാണ്, 3 എവിടാണ്, ഡി എസ് ഉണ്ട്, എഫ് യു ഉണ്ട്. സോ ഡി എസിൽ 3 കൊടുത്തു, ഡി എസിൽ 3 കൊടുത്തു. അതുപോലെ എഫ് യുവിലും എന്ത് ചെയ്തു, 3 കൊടുത്തു. അപ്പൊ രണ്ട് സൈഡിലുള്ള പോയിന്റ് കിട്ടിയല്ലോ. ഇനി ഇവനെ എന്ത് ചെയ്താൽ മതി, ഇവനെ അങ്ങ് ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, സോ 1 2 2 3 3 4 4 1. One, 2, 2, 3, 3, 4, 4 1. ഇവിടെ അത് തന്നെ 1 2 2 3 3 4 4 1. അഭിഷേക് ക്ലിയർ ആണോ ഇത്? അഭിഷേക്, ജൂഡിത്ത ക്ലിയർ ആണോ? ആ സർ. ഓക്കെ, അഡോണ ക്ലിയർ ആണോ? അഡോണ, ആ സർ. സംശയമുണ്ടോ? ഇല്ല സർ. ഓക്കെ, സോ അപ്പൊ നമ്മൾ ടോപ്പ് വ്യൂ വരച്ചു. ആദ്യം ടോപ്പ് വ്യൂ വരച്ചു, സർക്കിളിനെ 8 ആയിട്ട് ഡിവൈഡ് ചെയ്തു, കറക്റ്റ് ആയിട്ട് നെയിം ചെയ്തു. സോ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ ഈസ് 50. ദെൻ ഐ വിൽ ഡ്രോ ദ ഫ്രണ്ട് വ്യൂ. സോ ഫ്രണ്ട് വ്യൂ വരയ്ക്കുമ്പോൾ വാട്ട് ഈസ് ദ ഹൈറ്റ്? ഹൈറ്റ് ഈസ് 70. ഓക്കെ, ദെൻ സ്ക്വയർ ഹോൾ ഉണ്ട്. സ്ക്വയർ ഹോളിന്റെ സൈഡ് എത്രയാണ്?
സ്ക്വയർ ഹോളിന്റെ സൈഡ് 25 ആണ്. സോ 25 സ്ക്വയർ ഹോൾ വരച്ചു. അപ്പൊ അവർ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഇതിന്റെ സൈഡ് എന്താണ്, ഈക്വലി ഇൻക്ലൈൻഡ് ടു HP എന്നാണ്. സോ ദിസ് ആംഗിൾ ഈസ് 45 ആൻഡ് ദിസ് ആംഗിൾ ഈസ് 45. ഇൻക്ലൈൻ സ്ക്വയറിന്റെ രണ്ട് സൈഡ് HP ഈക്വലി ഇൻക്ലൈൻഡ് ആണ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, അതിന് പേര് കൊടുത്തു. ദെൻ അതിന് ഡെവലപ്മെന്റ് വരച്ചു. ഡെവലപ്മെന്റ് വരയ്ക്കുമ്പോൾ എന്താണ്, ലെങ്ത് എന്ന് പറഞ്ഞാൽ സർക്കംഫറൻസ് ആണ്, ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഹൈറ്റ് എത്രയാണ്, 70 ആണ്. ഓക്കെ, ദെൻ ഈ ഹോളിന്റെ പോയിന്റ്സിനെ എല്ലാം റൈറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, നമുക്ക് ഈ ഇത് കിട്ടി, ഈ ഡെവലപ്മെന്റ് വിത്ത് ഹോൾ, അതായത് ഡെവലപ്മെന്റ് ഓഫ് ദ സിലിണ്ടർ വിത്ത് ഹോൾ, ഒരു സ്ക്വയർ ഹോളിന്റെ ഡെവലപ്മെന്റ് കൂടെ വന്നു. ഓക്കെ, സോ ക്ലിയർ ആണല്ലോ ഇത്രയും അല്ലേ? ആനന്ദ് ക്ലിയർ ആണോ? ആനന്ദ് ക്ലിയറാ സാർ. ഓക്കെ, സോ ഇനി ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് ആണ്. ഇപ്പൊ 7:54 ആയി. നിങ്ങൾ ഇനി 8 മണിക്ക് ജോയിൻ ചെയ്യണം. 8 മണിക്ക്. ഓക്കെ, 8 മണിക്ക് ജോയിൻ ചെയ്യണം. ഓക്കെ.